വെട്രിക്കൊടി കട്ട് എന്ന തമിഴ് സിനിമയിൽ ദേവസംഗീതം നൽകി അനുരാധ ശ്രീറാം പാടിയ ഗാനമാണ് കറുപ്പ് താൻ എനക്ക് പിടിച്ച കളറ്. ഈ പാട്ട് പിറന്ന കഥ നിങ്ങൾക്കറിയാമോ? കറുത്ത സുന്ദരിമാരെ കുറിച്ച് ഒരുപാട് ഗാനങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടെങ്കിലും കറുപ്പ് നിറത്തെ പൂർണ്ണമായും പ്രകീർത്തിക്കുന്ന ഒരു ഗാനമുണ്ടായത് ഈ സിനിമയിലാണ്. ഈ ഗാനത്തിന് വരികൾ എഴുതാൻ ഏൽപ്പിച്ചിരുന്നത് കവിഞ്ചർ വൈരമുത്തുവിനായിരുന്നു. എങ്കിലും ഈ പാട്ടിന്റെ പല്ലവി മൊത്തം എഴുതിയത് സംഗീത സംവിധായകൻ ദേവ തന്നെയായിരുന്നു. അതായത് കറുപ്പ് താൻ എനക്ക് പിടിച്ച കളറ്, അവ കണ്ണു രണ്ടും എണ്ണ മയക്കും, 1000 വാട്ട്സ് പവർ, ഈ വരികൾ എഴുതിയത് സംഗീത സംവിധായകൻ ദേവയായിരുന്നു. ഈ പാട്ടിന് കുറെ വരികൾ വൈരമുത്തു എഴുതിയതിനു ശേഷം സംഗീത സംവിധായകൻ ദേവയോട് പറഞ്ഞു, ഈ പാട്ടിലെ പല്ലവിയിലെ ഇംഗ്ലീഷ് വാക്കുകളൊന്ന് മാറ്റേണ്ടി വരും, കാരണം പാട്ടിൽ ഇംഗ്ലീഷ് വാക്കുകൾ വന്നാൽ അത്ര ശരിയാവില്ല എന്നാണ് വൈരമുത്തു പറഞ്ഞത്. ഇത് കേട്ടതും ദേവ വൈരമുത്തുവിനോട് പറഞ്ഞു, നിങ്ങൾ തന്നെയല്ലേ ജീൻസ് എന്ന സിനിമയിലെ ഹൈര ഹൈര ഹൈറബ എന്ന പാട്ടിനിടയിൽ 50 kg താജ്മഹൽ എനക്ക് എന്ന വരികൾ എഴുതിയത്? ദേവയുടെ മറുപടി കേട്ടതോടെ വൈരമുത്തുവിന് ദേഷ്യം വന്ന് ഈ പാട്ട് ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങി പോവുകയുണ്ടായി. പിന്നീട് ഈ പാട്ടിന് വരികൾ എഴുതാൻ പല പുതിയ എഴുത്തുകാരെയും ദേവ സമീപിക്കുകയുണ്ടായി. അതിൽ നിന്ന് പാ വിജയ് എന്നൊരു പുതിയ എഴുത്തുകാരനെ കൊണ്ടാണ് ബാക്കി വരികൾ ദേവ എഴുതിപ്പിച്ചത്. കറുത്ത നിറത്തിന്റെ അഴകിനെ കുറിച്ച് നായിക പിന്നീടുള്ള വരികളിൽ വാചാലയാവുകയാണ്. ദൈവം കറുപ്പാണ്, ദൈവത്തിന്റെ ശിലയും കറുപ്പാണ്, മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുന്ന കൃഷിക്കാരൻ കറുപ്പാണ്, ഭൂമിയിൽ ആദ്യമായി ജനിച്ച കുഞ്ഞ് കറുപ്പാണ്, വെണ്ണിലാവിനെ ലോകത്തിന് കാണാൻ വെച്ച രാത്രിയുടെ നിറം കറുപ്പാണ്, അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ ഗർഭപാത്രം കറുപ്പാണ്, പാവാട കെട്ടിക്കെട്ടി പാടി വീണ സ്ഥലം കറുപ്പാണ്, മണ്ണിനുള്ളിൽ ഇരിക്കുമ്പോൾ വൈരം കൂടി കറുപ്പാണ്, മനുഷ്യന്റെ പഞ്ഞം തീർക്കുന്ന മഴമേഘം കറുപ്പാണ്, പൂക്കടയിൽ അന്വേഷിച്ചപ്പോൾ കറുത്ത പൂക്കളില്ല, അന്നു മുതൽ പൂക്കളോട് എനിക്ക് വെറുപ്പാണ്. പിന്നീടുള്ള വരികളിൽ വരുന്നത് നായികയുടെ പ്രണയവും സ്വപ്നങ്ങളുമാണ്. അതായത് ലോകമറിയുന്ന 10 കറുത്ത കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്ന നായികയുടെ ആഗ്രഹം ഈ ഫെയർ ആൻഡ് ലവ്ലി കാലത്തും എന്തുമാത്രം വിപ്ലവകരമാണ്. ഈ പാട്ടിനെ കുറിച്ച് മറ്റൊരു രസകരമായ കഥയും കേൾക്കുന്നുണ്ട്. അതായത് പാറശാലയ്ക്കടുത്തുള്ള മാർത്താണ്ഡത്തുള്ള ഒരു ചേട്ടൻ ചെന്നൈയിൽ താമസിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഈ പാട്ടിന് വേണ്ടി കുറച്ച് വരികൾ എഴുതിയെന്നാണ് ആ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു കഥ. അതായത് ആഫ്രിക്കാവിൻ തലൈവറാന മണ്ടേലാവും കറുപ്പുതാൻ എന്ന വരി അദ്ദേഹം എഴുതിയതാണെന്നും ആ വരികൾ മാറ്റിയാണ് പിന്നീട് നമ്മ ഊർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കറുപ്പുതാൻ എന്ന വരികൾ ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയത് എന്നുമാണ് അദ്ദേഹം ഇപ്പോഴും അവകാശപ്പെടുന്നത്. മാറ്റി നിർത്തപ്പെടുമ്പോൾ കറുപ്പെന്ന നിറത്തെ പ്രകീർത്തിക്കുന്നത് നല്ലതാണെങ്കിലും പണ്ട് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞൊരു കാര്യം ഓർക്കുക, എൻ്റെ 4 മക്കളും അവരുടെ തൊലിയുടെ നിറം കൊണ്ടല്ലാതെ അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ട് അവരെ വിലയിരുത്തുന്ന ഒരു ലോകത്ത് ജീവിക്കും. My 4 little children will one day live in a nation where they will not be judged by the color of their skin but by the content of their character. I have a dream today. കൂടുതൽ പാട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.